ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് കൊച്ചി കണ്ണമാലി സ്വദേശിയായ റോണി കണ്ണമാലി എന്ന ഒരു സംവിധായകനാണ്. റോണി 5ഓളം ഷോർട്ട് ഫിലിമുകൾ ചെയ്തു കഴിഞ്ഞു. 6ാമത്തെ വർക്കായ കുഞ്ഞുമാസ്ക് എന്ന ഒരു ചെറിയ ഷോർട്ട് ഫിലിമിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടക്കുകയാണ്. നമ്മൾ ഇന്ന് അദ്ദേഹത്തെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. കയ്യിലുള്ള സിനിമയുടെ തിരക്കഥ എന്നെങ്കിലും ഒരു ദിവസം സിനിമയാവും എന്നുള്ള പ്രതീക്ഷയോടെ കൂടിയാണ് റോണി ഈ ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പ്രതീക്ഷ ഒരിക്കൽ സഫലീകരിക്കട്ടെ. അദ്ദേഹം ഒരു വലിയ സിനിമാക്കാരനായി മാറട്ടെ. പ്ലേ ഫോർ യു ചാനലിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് റോണിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. റോണി നമസ്കാരം. ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു എഴുത്തിൻ്റെ ലോകത്തേക്ക് റോണി എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഒന്ന് പറയാൻ പറ്റുമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? ഇതൊരു ഷോർട്ട് ഫിലിമിൻ്റെ കൺസെപ്റ്റിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ കുറച്ച് കഥകളൊക്കെ എഴുതുന്നൊരു ശീലമുണ്ട്. അതൊന്നും ഒരിടത്തും പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാനോ ഉദ്ദേശത്തിലല്ല. അങ്ങനെ നോവലുകൾ കുറേ അധികം വായിക്കുമായിരുന്നു ചെറുപ്പം മുതലേ. എനിക്കൊന്ന് ഈ ബാലരമയിൽ തുടങ്ങിയ ഒരു വായനാശീലമാണ് ഇവിടെ വരെ അങ്ങനെ പല നോവലുകളിലേക്ക് എത്തി. അങ്ങനെ ഒരിക്കൽ അങ്ങനെ എനിക്ക് എഴുതുന്ന ഒരു ശീലവും വന്ന് ഈ വായനാശീലത്തിൽ നിന്ന് തന്നെ എഴുത്തൊരു ശീലമാക്കി മാറ്റി. അത് പബ്ലിഷ് ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിട്ടല്ല, എനിക്ക് എന്നെ തന്നെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്, എഴുത്ത് തുടങ്ങിയത്. അങ്ങനെ അതിലേക്ക് വന്ന ഒരെണ്ണം വൈഫ് എടുത്തിട്ട് വാട്ട്പാഡ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ മൊബൈലിൽ. അപ്പോൾ അതിൽ പബ്ലിഷ് ചെയ്തപ്പോൾ അതിൽ 1ാം റാങ്കിലേക്ക് ആ കഥ വന്ന്. അത്തിമരത്തിൻ ചോട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബൈബിളിൻ്റെ ഒരു ചെറിയ തിരുത്ത് വരുത്തിക്കൊണ്ട് ഞാനൊരു കഥ ചെയ്തതാണത്. അപ്പോൾ അത് കുറേയധികം നല്ല അഭിപ്രായങ്ങളും എനിക്ക് വന്ന്. പിന്നെ റാങ്കിങ്ങിൽ 1ാം റാങ്കിങ്ങിൽ വന്നപ്പോൾ എനിക്ക് എന്നിലുള്ളൊരു എഴുത്തുകാരിൽ എനിക്കൊരു ആത്മവിശ്വാസം വന്നു. അങ്ങനെ ഞാൻ വാട്ട്പാഡിൽ വീണ്ടും 1-2 കഥകൾ കൂടി ഞാൻ ഇട്ടു. നല്ലൊരു അഭിപ്രായങ്ങളൊക്കെ അതിലും വന്നപ്പോൾ വാട്ട്പാഡിന് വേണ്ടി ഞാൻ എഴുതിയതാണ് ഈ കള്ളൻ എന്ന് പറയുന്നൊരു കഥ എഴുതി. ആ കഥ എനിക്ക് വാട്ട്പാഡിൽ പബ്ലിഷ് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. അതെനിക്കൊരു സ്ക്രിപ്റ്റായിട്ടൊരു സിനിമയാക്കാനുള്ളൊരു ആഗ്രഹം ആണ് എനിക്കുണ്ടായത്. അപ്പോൾ ഞാൻ സിനിമയ്ക്ക് വേണ്ടി പിന്നെ അതൊരു സ്ക്രിപ്റ്റാക്കി മാറ്റി. ഏകദേശം ഒരു 5-6 മാസം കൊണ്ടാണ് ഞാനതൊരു കംപ്ലീറ്റ് സ്ക്രിപ്റ്റാക്കി മാറ്റിയത്. അങ്ങനെ അത് എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതേപോലെ ഇതിലുണ്ട്, ഈ സിനിമാ ഫീൽഡിലുള്ള ഒരു സുഹൃത്തുണ്ട്, ജോഷി എന്ന് പറയും. അപ്പോൾ പുള്ളി വഴിയായിട്ട് അത് സിനിമയുടെ വക്കോളം എത്തിയതാണ്. വക്കോളം എത്തി പിന്നെ അതിൽ ചെറിയ അഭിപ്രായങ്ങളും അതിൽ ക്ലൈമാക്സിൽ തിരുത്തൊക്കെ പറഞ്ഞപ്പോൾ അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തിരുത്തായിരുന്നില്ല. അങ്ങനെ അത് അവിടെ വെച്ച് അങ്ങനെ മുടങ്ങിപ്പോയി. അപ്പോൾ അത്രയും ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ടു എന്നൊരവസ്ഥ വന്നപ്പോൾ എനിക്കത് എങ്ങനെയും ഒരു ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നു. അപ്പോൾ അതിന് നമ്മളുടെ കയ്യിൽ ഒന്നുമില്ല പറയാം. അങ്ങനെ അതിനു വേണ്ടിയാണ് ഞാൻ ഷോർട്ട് ഫിലിമുകൾ ചെയ്യാൻ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് മെൽവിൻ മാനുവൽ എന്ന് പറയുന്ന പുള്ളി ഇതുപോലെ കഥയൊക്കെ എഴുതുന്ന ഒരു ഇതാണ്. പിന്നെ TV ചാനലുകളിലൊക്കെ പ്രോഗ്രാംസൊക്കെ ചെയ്യുന്ന ഒരു പുള്ളിയാണ് മെൽവിൻ. ഓക്കെ റോണി, മെൽവിൻ്റെ കാര്യം പറഞ്ഞല്ലോ. മെൽവിനെ കുറിച്ച് ഒന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ റോണിക്ക്? ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലേ ഫോർ യു ചാനൽ ഇതുപോലെ ഒരുപാട് പ്രശസ്തരും പിന്നെ പ്രഗത്ഭരും പ്രശസ്തരുമായ ആളുകളോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്താത്ത ഒരുപാട് ആളുകളെ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പ്രശസ്തരെയും നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് മെൽവിൻ്റെ വിശേഷങ്ങൾ, മെൽവിനെ കുറിച്ചും കൂടി ഒന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഒന്ന് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. അപ്പോൾ ഞാൻ ഈ മെൽവിനെ ഇങ്ങനെ കണ്ടിങ്ങനെ കാര്യം പറഞ്ഞു. മെൽവിൻ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ത്രെഡ് ഉണ്ട്. ഞാനത് ത്രെഡല്ല, എൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞ് അങ്ങനെ നമുക്ക് ചെയ്യാം, അവനും ഇതേപോലെ ചെയ്യണം ആഗ്രഹമായിട്ട് നടക്കണമായിരുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അത് ചെയ്യാൻ പറ്റിയില്ല. കാരണം ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് നമുക്ക് ഒരു റോഡ് മൂവിയാണ് ഈ ടൈം ബോംബ് എന്ന് പറയുന്നത്. അങ്ങനെ അത് ഡിങ് ഡോങ് എന്ന് പറയുന്നൊരു ചെറിയൊരു ഷോർട്ട് ഫിലിം, ഒരു 5 മിനിറ്റിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ചെയ്താണ് ഞങ്ങളുടെ തുടക്കം. അതിൽ എനിക്ക് എനിക്ക് എഴുത്തും ഡയറക്ഷനും അല്ലാതെ എനിക്ക് ഈ അഭിനയത്തിനോടൊന്നും താല്പര്യമില്ല, അതിനുള്ള കഴിവുള്ളതായിട്ട് തോന്നിയിട്ടില്ല. റോണി, ഈ ഏതൊക്കെ ഷോർട്ട് ഫിലിമുകളാണ് റോണി ഇതുവരെ ചെയ്തത്? ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ചെയ്തല്ലോ. 5 ഷോർട്ട് ഫിലിമുകൾ ഓൾറെഡി ചെയ്തു. ഏതൊക്കെ ഷോർട്ട് ഫിലിമുകളാണ്? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഏകദേശം ഒരു വിവരം തരാൻ വേണ്ടി പറ്റുമോ? പക്ഷേ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് വേറൊരാളെ കിട്ടാഞ്ഞത് കൊണ്ട്
ചെയ്തത് ഇതാണ് ചെയ്തത്. ഞാൻ തന്നെയാണ് അതിലൊരു ക്യാരക്ടർ ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും തന്നെ അങ്ങനെ ഞങ്ങൾ ചെയ്തതാണ് ഡിങ് ഡോങ് 0 ബഡ്ജറ്റിൽ മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്തതാണ്. അതിനുശേഷം പിന്നെ കിടവകിട, ലാഡർ എന്നൊക്കെ പറഞ്ഞ് ചെയ്തു. അങ്ങനെ 2-3 ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നാട്ടുകാരിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും ചെയ്തത്. അങ്ങനെ നമുക്കൊരു ഗോഡ്വിൻ ആൻ്റണി ടൈറ്റസ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാമറാമാൻ, സിനിമയിലൊക്കെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറാമാൻ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കണ്ടൻറ്റ് കൊള്ളാം, നിങ്ങൾക്ക് നല്ലൊരു ടെക്നിക്കൽ സപ്പോർട്ട് തരാൻ എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. ഈ പുണ്യാളൻ പൊളിയാണ്ട എന്നുള്ള ഒരു സംഭവിക്കുന്നത് അങ്ങനെയാണ്. ഗോഡ്വിൻ്റെ ആ ഒരു വരവോടുകൂടി ഞങ്ങളുടെ ക്യാമറ കുറച്ചുകൂടി നല്ല രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. റോണി, പുണ്യാളൻ എന്ന ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, അതിൻ്റെ വിശേഷങ്ങളെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ പുണ്യാളൻ പൊളിയാണ്ട ചെയ്തത്. ഇപ്പോഴും നമ്മളുടെ ആദ്യത്തെ ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഇതായിരുന്നു, ടൈം ബോംബാണ്. അതിപ്പോഴും നടന്നിട്ടില്ല. ഇപ്പോഴും ആ ഒരു ലോക്ക്ഡൗണിൻ്റെ സമയമായതുകൊണ്ട് നമുക്ക് പോലീസിൻ്റെ സാങ്ഷനൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണത് സംഭവിക്കാത്തത്. ഇനിയിപ്പോൾ അടുത്തത് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞത് ഓൾറെഡി കുഞ്ഞു മാസ്കാണ്. കുഞ്ഞു മാസ്ക് എന്ന് പറയുന്നത് ഒരു 3.5 മിനിറ്റ് 4 മിനിറ്റിനുള്ളിലുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. ഓക്കെ. ഈ 5 ഷോർട്ട് ഫിലിമുകളും കഴിഞ്ഞ പ്രൊജക്റ്റുകളാണല്ലോ. താങ്കളുടെ പ്രൊജക്റ്റുകളെ കുറിച്ചൊന്ന് ഒന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഈ കുഞ്ഞു മാസ്ക് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു അച്ഛനും മോനും കൂടിയുള്ള അവരുടെ ഒരു കാൽനട യാത്രയാണ്. ഒരു 3.5 മിനിറ്റിൻ്റെ ഒരു ഷോർട്ട് ഫിലിമാണത്. അപ്പോൾ അതിൽ നമ്മുടെ ഈ ചെല്ലാനം കണ്ണവാരി ഭാഗത്തുള്ളവരുടെ ആ വേദനകൾ കാണിക്കുക എന്നുള്ള ഉദ്ദേശമാണ് അതിൽ ഉദ്ദേശിച്ചത്. അതിൻ്റെ കഥയും തിരക്കഥയും ഞാൻ തന്നെ സംവിധാനം ചെയ്തതാണ്. അപ്പോൾ അതിൽ ഇത് ഒരു ടീം വർക്കായിട്ട് തന്നെയാണ് കേട്ടോ. എല്ലാ ഷോർട്ട് ഫിലിമും നമുക്ക് ഒരു ടീം വർക്കായിട്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അത് എനിക്ക് മാത്രമായിട്ട് അതിലൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. എല്ലാവരും കൂടിയുള്ള ടീം വർക്കിൽ തന്നെയാണ് ഇതെല്ലാം വന്നത്. കൺസെപ്റ്റ് പറയുക, അതിനോട് ഇവർ സപ്പോർട്ട് ചെയ്യുകയും അങ്ങനെ ചെയ്തു തന്നെയാണ് ഈ പറഞ്ഞ എല്ലാ ഷോർട്ട് ഫിലിമുകളും. ഏതായാലും ഈ സിനിമാ ലോകത്തേക്കുള്ള താങ്കളുടെ ചുവടുവെപ്പിൽ താങ്കൾ ഈ ഷോർട്ട് ഫിലിമും ഒക്കെ ചെയ്തു ഇത്രത്തോളം ഒക്കെ വിജയമായി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് താങ്കളുടെ കൂടെ താങ്കൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവുമല്ലോ, താങ്കളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, സഹായിക്കുന്ന ആളുകൾ. ആരൊക്കെയാണവർ? അവരെക്കുറിച്ചൊക്കെ ഒരു ചെറിയ ഒരു സംഗതി പറയാൻ പറ്റുമോ? അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലെ ക്രൂസ് എന്ന് പറയുന്നത് ഇതിൽ അഭിനയിക്കുന്നവരും ഇവരെല്ലാവരും ഈ ഡയറക്ഷനിലും എല്ലാത്തിലും ഇവരുടെ എല്ലാവരുടെയും കൈയുണ്ട് അതിൽ. അല്ലാതെ ഞാൻ മാത്രമായിട്ട് അതിലൊന്നും എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് സംഭവിച്ചത്. കുഞ്ഞു മാസ്ക് ഇനിയിപ്പോൾ ഇറങ്ങാനുള്ള അടുത്ത നമ്മളുടെ ഒരു സംഭവം ഈ കുഞ്ഞു മാസ്കാണ്. അതിനുശേഷം ലോക്ക്ഡൗണൊക്കെ ഒന്ന് മാറിയാൽ നമുക്ക് പോലീസിൻ്റെ ഒരു സാങ്ഷൻ കിട്ടിയാൽ ഉടനെ ടൈം ബോംബ് തുടങ്ങണമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്കളുടെ സിനിമ പ്രൊജക്റ്റ് ആയിട്ടുള്ള ടൈം ബോംബിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. എന്താണ് ടൈം ബോംബ്? അതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു വിശദീകരണം. ടൈം ബോംബ് എന്ന ഒരു സിനിമ കോൺസെപ്റ്റും അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിൽ ഉള്ള ചില ഷോർട്ട് ഫിലിമുകളും അതിൽ നിന്നുണ്ടായി വന്നിട്ടുള്ള എഴുത്തും പിന്നീടുണ്ടായ ഷോർട്ട് ഫിലിമുകളും ഒക്കെ ആണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടൈം ബോംബിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റും? ടൈം ബോംബ് ഒരു സ്പൂഫായിട്ടാണ് എടുക്കുന്നത്. ഒരു ആക്ഷൻ കോമഡി ആണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആക്ഷൻ കോമഡി ത്രില്ലറായിട്ട് അങ്ങനൊരു രീതിയിൽ ആണ് അത് പോകുന്നത്, ടൈം ബോംബ് പോകുന്നത്. അപ്പോൾ ഇതിനേക്കാളൊക്കെ ഉപരി നമ്മളുടെ ഉദ്ദേശം കയ്യിലുള്ള സ്ക്രിപ്റ്റ് സിനിമയാക്കുക എന്നുള്ളതാണ്. ഈ കള്ളൻ എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് നമുക്കൊരു ഡയറക്ടറെയോ ഒരു നല്ലൊരു നടനെയോ നമുക്ക് കാണിക്കണമെങ്കിൽ നമ്മളുടെ കയ്യിലൊരു നല്ലൊരു ഷോർട്ട് ഫിലിം വേണം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ സ്ക്രിപ്റ്റ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ പറയുന്ന ഷോർട്ട് ഫിലിമുകൾ ഓരോന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കണ്ണമാലി ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ള ആളുകൾ, താങ്കളുടെ പരിസര പ്രദേശത്തുള്ള ആളുകൾ, അതുപോലെ സുഹൃത്തുക്കൾ, താങ്കളുടെ കൂടെയുള്ള ആളുകളൊക്കെ എന്താണ് പറയാറ് താങ്കളെക്കുറിച്ച്? എന്താണ് ആളുകളുടെ ഒക്കെ ഒരു അഭിപ്രായം? അതൊന്ന് കേൾക്കാൻ ഒരാഗ്രഹം, ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം
നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ട് തന്നെ മുമ്പോട്ട് പോകുവാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഉള്ള ഇപ്പം നമുക്ക് ലൊക്കേഷനൊക്കെ ആണെങ്കിലും നിങ്ങൾ ഈ കാണുന്നതൊക്കെ തന്നെയാണ് നമ്മളുടെ ഈ കുമ്പളങ്ങി കണ്ണമാലി ഈ ലൊക്കേഷനൊക്കെ നമുക്ക് പുറത്തൊന്നും പോകേണ്ടി വരുന്നില്ല. ഇപ്പോൾ മട്ടാഞ്ചേരിയൊക്കെ ഞങ്ങൾ പുണ്യാളൻ പൊളിയാട്ടയിൽ മട്ടാഞ്ചേരിയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടിപ്പോൾ നമ്മളോടാണെങ്കിലും പലരും പറയും ഇങ്ങനെ നിങ്ങൾക്ക് ലൊക്കേഷൻ നിങ്ങൾക്കൊരു ദാരിദ്ര്യം വരില്ല, കാരണം നല്ല നല്ല ലൊക്കേഷനുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മളുടെ. പിന്നെ നാട്ടുകാരുടെ സപ്പോർട്ടും ഒക്കെ എല്ലാം നമുക്കുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. പിന്നെ നമ്മളിപ്പോൾ ഇതിലേക്ക് വന്നത് വളരെ താമസിച്ചാണെങ്കിലും എന്തെങ്കിലും നമ്മളുടെ ഒരു സിനിമയും സംഭവിക്കുമെന്ന് തന്നെയാണ് നമ്മളുടെയും പ്രതീക്ഷ. ഓക്കെ റോണി, നമ്മളോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. റോണി, പിന്നെ ഇനി വരാൻ പോകുന്ന റോണിയുടെ പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇനി വരാൻ പോകുന്നത് നമ്മളുടെ ഈ കുഞ്ഞു മാസ്ക് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. ഒരു 4 മിനിറ്റ് അത്രയല്ലേ അതിൻ്റെ ദൈർഘ്യം. അപ്പോൾ അത് ഇനിയിപ്പോൾ നമുക്ക് എഡിറ്റിംഗ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ് ഇനിയുള്ളത്. ഏകദേശമൊക്കെ തീർന്നിരിക്കുകയാണ്. അടുത്ത് തന്നെ അത് നമുക്ക് ഇറക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലോക്ക്ഡൗണൊക്കെ എല്ലാം മാറുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ ഡ്രീം പ്രൊജക്റ്റായിട്ടുള്ള ടൈം ബോംബ് അത് പറ്റുമെങ്കിൽ വെബ് സീരീസായിട്ട് ഇറക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും നേരം നമ്മളോട് സഹകരിച്ചത് റോണി കണ്ണമാലി. അദ്ദേഹം പിന്നെ ഒരു വലിയ സംവിധായകനായി മാറട്ടെ. അദ്ദേഹം ഒരു വലിയ സിനിമ മേഖലയിൽ ഒരു വലിയ അറിയപ്പെടുന്ന ഒരു പ്രവർത്തകനായി മാറട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും. ഇത്രയും നേരം പ്ലേ ഫോർ യു ചാനലിനോട് സഹകരിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം വരാം. നന്ദി, നമസ്കാരം.